ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നിർദ്ദേശിക്കാൻ തിരുവനന്തപുരത്തെത്തുന്ന ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഈ രീതിയിൽ ഗ്രൂപ്പ് പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ പറ്റില്ലെന്ന് സംസ്ഥാന നേതാക്കൾക്ക് താക്കീത് നൽകും. പുതിയ സംസ്ഥാന പ്രസിഡന്റിന്റെ കാര്യത്തിൽ നേരത്തെ മനസ്സറിഞ്ഞതിനാൽ ഇരുവിഭാഗത്തോടും പേര് ചോദിക്കലുണ്ടാകില്ല. അതേസമയം ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നേതൃത്വം അവസരം മുതലാക്കിയില്ലെന്ന അഭിപ്രായം അമിത്ഷാ നേതൃത്വത്തോട് പ്രകടിപ്പിക്കും. കുമ്മനം രാജശേഖരന് ഉയർന്ന ഗവർണർ പദവി നൽകിയപ്പോൾ നായർ സമുദായത്തെ പാർട്ടി പരിഗണിച്ചെന്ന സന്ദേശം വോട്ടർമാരിലെത്തിക്കാൻ സാധിച്ചില്ല. കുമ്മനത്തെ മാറ്റിയത് ശിക്ഷണ നടപടിയായി പ്രചരിപ്പിച്ച CPM-ന്റെ കെണിയിൽ ബി.ജെ.പി. നേതൃത്വം വീഴുകയായിരുന്നു. ക്രിസ്ത്യൻ ഈഴവ സമുദായാംഗങ്ങൾക്ക് കേന്ദ്രമന്ത്രി പദവിയും MP സ്ഥാനവും നേരത്തെ നൽകി സമുദായ സന്തുലനം പാലിച്ചു. ഈ അവസരങ്ങളൊന്നും ഉപയോഗിക്കാതെ വീഴ്ച വരുത്തിയെന്നാണ് സംസ്ഥാന RSS നേതൃത്വത്തോട് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം വിശദീകരിക്കുന്നത്. ഇക്കാര്യങ്ങളിലെല്ലാം തനിക്ക് പറയാനുള്ളത് ബി.ജെ.പി. കോർ ഗ്രൂപ്പ് യോഗത്തിൽ അമിത്ഷാ വ്യക്തമാക്കും. അതിനുശേഷം സംസ്ഥാന RSS നേതാക്കളായ ഗോപാലൻകുട്ടി മാസ്റ്റർ, സുദർശൻ അടക്കമുള്ളവരെ കാണുമെന്നാണ് അറിയുന്നത്. ഇനി ഒരു പ്രചാരകനെ ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റായി നൽകുന്നതിൽ RSS നേതൃത്വത്തിന് താല്പര്യക്കുറവുണ്ട്. അവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കേണ്ടതിനാൽ നാളെ കേരളത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപനം ഉണ്ടാകുവാനുള്ള സാധ്യത 1% മാത്രമാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.